ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ കേട്ടോ. ഇന്ന് ചെടികൾ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ഇപ്പോൾ 9 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. ഞാൻ വളരെ ഹാപ്പിയാണ് 9 സബ്സ്ക്രൈബറിൽ. അപ്പം നിങ്ങൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലെ കുറേ ചെടികളെ കാണിച്ചാൽ റോസ് ആ ചെടിയെ എന്നാ ഭംഗിയല്ലേ. അതിൻ്റെ ഓരോ പെറ്റൽസ് കാണാൻ നല്ല ഭംഗിയല്ലേ. കാണോ, ഓരോ റോസാ ചെടികളും ഓരോ പൂക്കളുണ്ടാകുമ്പോൾ നമ്മൾക്ക് എന്നാ രസം അതിനെ കാണാൻ. ഇതിൽ തന്നെ പലതരം കളേഴ്സുള്ള റോസ ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലിപ്പോൾ വൈറ്റൊക്കെ ഉണ്ട് കണ്ടോ. ഇതൊരു കുഞ്ഞു റോസ കേട്ടോ, കണ്ടോ, നല്ല ഭംഗിയില്ല അതിനെ കാണാൻ. ഇതെൻ്റെ വീട്ടിലെ ഓർക്കിഡാണ് കേട്ടോ. ഇതേപോലെ ഒരുപാട് ചെടികൾ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അതിനെ കാണാൻ തന്നെ എന്നാ ഭംഗിയാണ്. നമ്മൾ ഓരോ ചെടികളും നട്ട് വളർത്തുമ്പം അതിൻ്റെ ഓരോ ശുശ്രൂഷയും നമ്മളിങ്ങനെ ചെയ്യുമ്പം അതിനാവശ്യമുള്ള വെള്ളം, സൂര്യപ്രകാശമൊക്കെ അടിച്ച് അതിന് നല്ലൊരു ഫ്ലവർ ഉണ്ടാകുമ്പം നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ. ചിലപ്പോൾ അത് രാത്രിയിലായിരിക്കും വിരിയുന്നത്. നമ്മൾ രാവിലെ വന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പം ചെറിയ തണുത്ത കാറ്റടിച്ച് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല മനോഹരമായ റോസാപ്പൂ തന്നെയല്ല, ഒരുപാട് ഫ്ലവേഴ്സുകളുണ്ട് കേട്ടോ. അങ്ങനെ ആ ചെടികളെ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളറിയാതെ തന്നെ നമുക്കൊരു പുഞ്ചിരി നമുക്ക് ഉണ്ടാകും കേട്ടോ. അത് മാത്രമല്ല, അന്ന് ആ ഫ്രഷ്നെസ് എപ്പോഴും അന്നത്തെ ദിവസം മൊത്തം ആ ഒരു ഫ്രഷ്നെസ് കാണും കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കുറേ ചെടികൾ. അമ്മമാരെ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് ഓരോ ചെടികൾ അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ ആ വീട്ടിൽ ചോദിക്കും, ഇതിൻ്റെ ഒരു തണ്ട് തരാമോ എന്ന്. അപ്പോൾ അവർ കൊടുത്ത് അവർ വന്ന് അപ്പം തന്നെ നട്ടു വയ്ക്കും കേട്ടോ. ആ ചെടി അവരവിടെ നട്ടു വെച്ച് അതിൽ നിന്നും അതിന് ആവശ്യമുള്ള സൂര്യപ്രകാശം, വെള്ളമൊക്കെ അവർ നോക്കി നന്നായി കെയർ ചെയ്യും. നമ്മളെക്കാൾ അവർ ആ ഒരു പൂവുണ്ട് ആ ഒരു കെയർ ചെയ്യും. അങ്ങനെ രാവിലെ നമ്മുടെ പേരൻസൊക്കെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പം ആ ഫ്ലവറിനെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു ഫീലായിരിക്കും. അന്നത്തെ ദിവസം ആ സന്തോഷം അവരുടെ മുഖത്ത് കാണും. അത് കാരണം നമുക്കൊരു സന്തോഷം കാണും കേട്ടോ. കുറച്ച് ചെടികളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത്. തെറ്റി, ഓർക്കിഡ്, അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ഗാർഡനാന്ന് പറയാൻ പറ്റിയ ചെടികളൊന്നുമില്ല, എന്നാലും ഇതൊക്കെ കാണുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഈ ചെടിയൊക്കെ കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള ഓരോ പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഫീലല്ലേ. ഇത് കണ്ടോ ഗൈസ്, ഇത് നമ്മുടെ ജൂൺ 5 നമ്മുടെ പരിസ്ഥിതി ദിനത്തിന് ഞാൻ നട്ട പേരയ്ക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോൾ അവിടെയും പ്ലാന്റ്സ് നടത്തിയിട്ടുണ്ട്. ആ സമയം നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. ആ ഫോട്ടോയിൽ ഞാനും ഉണ്ടായിരുന്നു. അത് പിറ്റേന്ന് രാവിലെ ഞാൻ ഇവിടെ സ്കൂളിൽ പോയി ഇറങ്ങി നിന്നപ്പോൾ ആ പത്രത്തിൽ എൻ്റെ ഫോട്ടോ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്നത്തെ ദിവസം മൊത്തം ആ സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫോട്ടോയും പത്രത്തിൽ വന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിൽ വെജിറ്റബിൾസും ഉണ്ട് കണ്ടോ. അതൊക്കെ വെജിറ്റബിൾസ് ആണ്. അതുപോലെ എൻ്റെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട് കേട്ടോ. അത് കിളിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഫ്രൂട്ട്. ഒരുപാട് പ്ലാന്റ്സ് ഇല്ലെങ്കിലും ഒരു ചെറിയൊരു പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ചെറിയൊരു ഗാർഡനാണിത്. ഇനി നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കണ്ടാലോ. ഇത്രയും നേരം നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് അല്ലേ, ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് കാണാം. ഇത് കണ്ടോ, ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ്. നല്ല ഭംഗിയിലാണ്. ഇൻഡോർ പ്ലാന്റ് നല്ല ഭംഗിയിലാണ്. കണ്ടോ, ഭംഗിയുള്ള ചെടിയാണിത്. ഇത് ഇൻഡോർ അല്ല കേട്ടോ, ഔട്ട്ഡോർ പ്ലാന്റ് ആണേ. ഇതൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുമ്പോൾ എന്നാ ഫീലല്ലേ. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.